ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ഹോളിവുഡ് മൂവിയാണ്. വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു മൂവിയാണ് അവതാർ സീരീസ്. അതിൻ്റെ ഏറ്റവും പുതിയ ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവതാർ ഫയർ ആൻഡ് ആഷ് ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുന്നു. അടുത്തതായി ബൾട്ടി എന്ന മൂവിയാണ്. ഷൈൻ നിഗം നായകനായി വന്ന മൂവിയാണ് ബൾട്ടി. ഇതൊരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ജൂൺ അവസാന വാരം ആമസോൺ പ്രൈമിൽ ബൾട്ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവിയാണ്. വളരെയധികം ജനശ്രദ്ധ നേടിയ മൂവിയാണ് ബ്ലാസ്റ്റ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി കൂടിയാണ് ബ്ലാസ്റ്റ്. നെറ്റ്ഫ്ലിക്സ് ആണ് ബ്ലാസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 25 മുതൽ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി രാംചരൺ നായകനായി വന്ന മൂവിയാണ് പെഡ്ഡി. തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ നേടാൻ പെഡ്ഡിക്ക് സാധിച്ചില്ല. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. എന്നാൽ നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ പെഡ്ഡിക്ക് വളരെ വലിയ റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ പെഡ്ഡി ഏറ്റെടുത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പെഡ്ഡി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഇന്ദ്രൻസ് നായകനായി വന്ന കുണ്ടല പുരാണം എന്ന മലയാളം മൂവിയാണ്. ഇത് ജൂൺ മാസം അവസാനം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി മമ്മൂട്ടി നായകനായി വന്ന ബസൂക്ക എന്ന മൂവിയാണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ബസൂക്ക ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ അവസാന വാരം ബസൂക്ക ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി കപ്പ് എന്ന സ്പോർട്സ് ഡ്രാമ മലയാളം മൂവിയാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് കപ്പ്. 2024 പുറത്തിറങ്ങിയ ഈ സിനിമ ഇപ്പോഴും OTT റിലീസ് ആയിട്ടില്ല. ജൂൺ 25 മുതൽ മനോരമ മാക്സിൽ കപ്പ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രമായി വന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന മൂവിയാണ്. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതൊരു കോമിക് റൊമാൻസ് മൂവിയാണ്. ജൂൺ മാസം അവസാന വാരം മാരിവില്ലിൻ ഗോപുരങ്ങൾ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ലിംഗം എന്ന തമിഴ് സീരീസ് ആണ്. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 26 മുതൽ ലിംഗം സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി രാജാ ശിവാജി എന്ന മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 26 മുതൽ രാജാ ശിവാജി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി എന്ന് സ്വന്തം പുണ്യാളൻ എന്ന ഫാന്റസി കോമഡി മൂവിയാണ്. ബാലു വർഗീസ്, അർജുൻ അശോകൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രമായി ഇതിൽ വരുന്നത്. മനോരമ മാക്സിൽ ജൂലൈ മാസം എന്ന് സ്വന്തം പുണ്യാളൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദ 80 എന്ന ഹൊറർ മൂവിയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് ജൂൺ മാസം അവസാന വാരം സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. അടുത്തതായി പെർഫെക്റ്റ് ഫാമിലി എന്ന ഹിന്ദി സീരീസ് ആണ്. ഇത് സോണി ലൈവിൽ ജൂൺ 26 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദിസ് ഈസ് നോട്ട് എ മർഡർ മിസ്റ്ററി എന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് ജൂൺ മാസം അവസാന വാരം സ്ട്രീമിംഗ് ആരംഭിക്കാൻ തുടങ്ങുന്നു. അടുത്തതായി പള്ളിച്ചട്ടമ്പി എന്ന മൂവിയാണ്. തിയേറ്ററുകളിൽ വലിയ വിജയമാകാതെ പോയ മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോയാണ് പ്രധാന കഥാപാത്രമായി ഇതിൽ വന്നിരിക്കുന്നത്. ഡിജോ ജോസ് ആന്റണിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മനോരമ മാക്സിൽ പള്ളിച്ചട്ടമ്പി ജൂൺ മാസം അവസാന വാരം സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി വിലായത്ത് ബുദ്ധ എന്ന മൂവിയാണ്. തിയേറ്ററുകളിൽ വലിയ വിജയം നേടാതെ പോയ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം വിലായത്ത് ബുദ്ധ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി വിശാഖപട്ടണം എന്ന ക്രൈം ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ്. ഇത് ആമസോൺ പ്രൈം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ 2 വിശാഖപട്ടണം സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അവസാനമായി ആദി സ്നേഹത്തിന്റെ വിരുന്നുമേശ എന്ന ഫാമിലി ഡ്രാമ മൂവിയാണ്. ഇത് മനോരമ മാക്സിൽ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ വിശേഷങ്ങളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിൽ കാത്തിരിക്കുന്ന മൂവി ഏതാണ്? നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.